നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് നിക്കാനേ എന്തൊരു എടുപ്പാണെന്ന് അറിയാമോ? ഈ അച്ഛമ്മ വെറുതെ പുഴു അടിക്കാ. എന്തൊരു ബോറടിയായിരുന്നറിയോ? ആണോടെ ചക്കരെ മൂക്ക് ബോറടിച്ചോ? അയ്യോ സഹിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ബോറായിരുന്നു. അമ്മയുടെ ഓഫീസ് അത്രയ്ക്ക് ബോറാണെങ്കിലേ മോളിനി അങ്ങോട്ട് വരണ്ട. നാളെ തൊട്ടേ സ്കൂളിൽ പോയി തുടങ്ങിയാ മതി. അത് മതി, നാളെ തൊട്ട് ഞാൻ പൊയ്ക്കോളാം. അപ്പൊ പിന്നെ ഈ അച്ഛമ്മയെ കാണണ്ടല്ലോ. എടുത്തോണ്ട് നടന്ന് കൊഞ്ചിച്ചും ലാളിച്ചും ആഹാരവും വെച്ച് തന്ന് ഈ പരുവാക്കി എടുത്തില്ലേ, എനിക്ക് ഇത് തന്നെ വേണം. അച്ഛമ്മ എന്നോട് എപ്പോഴും തല്ലുകൂടാൻ വരും. ഓ, അച്ഛമ്മ തല്ലുകൂടാൻ വരുന്നത് മോളോട് കളിക്കുന്നതല്ലേ മോളെ? നാളെ മുതൽ ഞാൻ സ്കൂളിൽ പൊയ്ക്കോളാം. പക്ഷെ അമ്മൂട്ടി തന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി. അമ്മൂട്ടിക്ക് രാവിലെ ഓഫീസിൽ പോണ്ടേ? മോളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ചെല്ലുമ്പോ ഓഫീസിലുള്ളവർ അമ്മൂട്ടിയെ വഴക്ക് പറയില്ലേ? കൃത്യമായിട്ട് ഓഫീസിൽ വരാൻ അറിഞ്ഞൂടേന്ന് ചോദിക്കും. അത് അമ്മൂട്ടിക്ക് സങ്കടമാവില്ലേ? വേണ്ട, അമ്മൂട്ടി എന്നെ കൊണ്ടാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. പറയുന്നത് കേക്ക് മോളെ. വിനീതങ്ങള് മോളെ സ്കൂളിൽ കൊണ്ടാക്കും. അമ്മൂട്ടിയോട് ഞാൻ പിണക്കാ, ഞാൻ മിണ്ടത്തില്ല. ഞാൻ മിണ്ടൂല, നോക്കോ. അയ്യോ മോളെ, മൂക്കിന്റെ തുമ്പത്താ കോപം, മുട്ടേന്ന് വിരിഞ്ഞില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പിണങ്ങും, എന്നാ അതുപോലെ സ്നേഹമാ. വൈഗമേടം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഈ സുന്ദർ ചേച്ചിയോട് തന്നെ എത്ര തവണ പിണങ്ങിയിട്ടുള്ളത്. കുറച്ചു കഴിയുമ്പോ എന്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് വരികയും ചെയ്യും. പാവം കൊച്ച്, അച്ഛനും ഇല്ല അമ്മയും ഇല്ല. വളർന്നു വരുമ്പോഴല്ലേ അതിന്റെയൊക്കെ വിഷമം അറിയൂ. മഴമോളെ ഒന്നും അറിയിക്കാതെ വളർത്താൻ എനിക്കറിയാം. അവൾ എന്റെ മോളായിട്ട് തന്നെ വളരും. സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ സുന്ദരിയുടെ പ്രൊഫഷൻ ഗവൺമെന്റ് സർവന്റ് എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. ലോക്കൽ ഗാർഡിനായിട്ട് എന്റെ പേരും ഫോൺ നമ്പറും കൊടുത്തിരിക്കുന്നത്. അത് മതി വിനീതേട്ടാ. മഴയുടെ അമ്മ കളക്ടറാണെന്ന് പോലും അവിടെ ആരും അറിയണ്ട. അങ്ങനെ ഒരു പ്രിവിലേജ് എന്റെ മോൾക്ക് കിട്ടണ്ട. സ്കൂളിൽ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ മോളെ? വേണ്ട അച്ഛമ്മ, ചിലപ്പോ അത് ഗുണത്തെക്കാളും ദോഷമാ. മോളുടെ എല്ലാ കാര്യങ്ങളും വിനീതേട്ടൻ തന്നെ നോക്കിയാ മതി. സ്കൂൾ ബസ് പോലും വേണ്ടാന്ന് വെച്ചത് അതിനു വേണ്ടിട്ടല്ലേ? അതിന്റെ ആവശ്യമില്ല. നമ്മുടെ 3 പേര് ഇവിടെ ഇല്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊണ്ടാക്കുകയും വിളിച്ചോണ്ടുവരികയും ചെയ്യാം. അല്ല, നിങ്ങളൊക്കെ കഴിച്ചായിരുന്നോ? ഞങ്ങള് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കൊച്ചുമോള് മാത്രമേ കഴിച്ചുള്ളൂ. എങ്കി നമുക്ക് കഴിക്കണ്ടേ? ഇന്ന് എന്താ ഫുഡ് മാലിനി? നല്ല ചൂട് ദോശയാ. എന്റെ ഏട്ടാ, ആ അമ്മയെ കണ്ടതും മാഡത്തിന്റെ സ്വഭാവം അങ്ങ് മാറി. അതുവരെ കണ്ട ആളെ അല്ലായിരുന്നു. പിന്നെ ചടപടയെന്നായിരുന്നു ഓരോ തീരുമാനങ്ങൾ എടുത്തത്. പറയുന്നതിനകം ഞങ്ങൾ ആ അമ്മയും കൊണ്ട് അവരുടെ വീട്ടിലെത്തി. തങ്കശ്ശേരി ക്രിസ്റ്റി എന്ന് പറഞ്ഞ മുട്ട് വിറയ്ക്കുന്ന ഓഫീസർമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു സാധാരണ ആളെന്ന നിലയിൽ പോലും ആ പേരിനെ മൈൻഡ് ചെയ്യുന്നില്ല മാഡം. ഇന്ന് ദോശയ്ക്ക് എന്റെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാ. യൂട്യൂബിലെ വേറെ റെസിപ്പി ഉണ്ട്. നാളെ രാവിലത്തേക്ക് ഒരു പൊട്ടറ്റോ കറി നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് പൊളിക്കും. എന്തൊരു മനുഷ്യത്വമുള്ള സ്ത്രീയാണെന്നറിയോ ഏട്ടാ മാഡം. ഒരു കലക്ടറും ഇങ്ങനെ ഒന്നും ചെയ്യില്ല. എത്ര നേരമാ ആ അമ്മയെ സ്വന്തം തോളിക്കെടുത്തിന്നറിയോ? അതെ, ഇതിൽ നിന്ന് ഒരല്പം നുള്ളിയെടുത്ത് ഈ ചമ്മന്തിയിലൊന്ന് മുക്കി അങ്ങോട്ട് പിടിപ്പിച്ചേ. നാവ് ഇറങ്ങിപ്പോകുന്ന ടേസ്റ്റാ.
എന്റെ ഏട്ടാ, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. ഈ കറി ദോശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലെയുണ്ട്, അത്രയ്ക്ക് മാച്ചിങ്ങാ. ആ അതാണ് അതാണ് ഭാര്യയെ മുരുകന്റെ കൈപുണ്യം. നീ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴാ എനിക്കൊരു തൃപ്തി വരുന്നേ. എന്തായാലും തങ്കശ്ശേരി ക്രിസ്റ്റി അങ്ങനെ അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പ്ലോട്ടിന്റെ 2 വശങ്ങളിലുള്ള പുരയിടങ്ങൾ ഇയാള് വാങ്ങിക്കഴിഞ്ഞതാ. അവിടെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ക്രിസ്റ്റിക്ക് ഈ പറഞ്ഞ അമ്മയുടെ പ്രോപ്പർട്ടി കൂടെ കിട്ടിയേ പറ്റൂ. അയാൾ അതിനുവേണ്ടി എന്തും ചെയ്യും. എടി മോളെ, നീ കറിവേപ്പില കട്ടി കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇടിച്ചമ്മന്തി പോലെ കറിവേപ്പില വെച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റമാ. ഉച്ചക്കൂണിന് ഓഫീസിൽ കൊണ്ടുപോയാൻ ബെസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ പറയുന്ന വല്ല ഏട്ടൻ കേൾക്കുന്നുണ്ടോ? അതെ, ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം മുതല് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് പുതിയ കളക്ടറിന്റെ വീരശൂര പരാക്രമങ്ങളല്ലേ. പല കാര്യങ്ങളും ഇപ്പൊ 7-8 തവണ പറഞ്ഞു കഴിഞ്ഞു. പോടുന്ന അല്ല, ഈ കളക്ടർ മേഡം എന്ന് പറയുന്നതല്ലാതെ പുതിയ കളക്ടറിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? എത്ര തവണ ഞാൻ കളക്ടറിന്റെ പേര് പറഞ്ഞതാ സുന്ദരിയാണെന്ന്. അത് ശരിയാ, കളക്ടർ സുന്ദരിയാണെന്ന് പറഞ്ഞു, പക്ഷെ നീ പേര് പറഞ്ഞില്ല. അയ്യോ എന്റെ ഏട്ടാ, പുതിയ കളക്ടറിന്റെ പേരാ ഏട്ടാ സുന്ദരി. പേരോ? സുന്ദരിന്നോ? ആ, ഡി സുന്ദരി IAS, ഡിസ്ട്രിക്ട് കളക്ടർ കൊല്ലം. ആഹാ, അത് കൊള്ളാലോ. ഈ പേരിൽ കേരളത്തിൽ തന്നെ ഒറ്റ ഒരാളെ കാണും, സുന്ദരി. ആള് മാത്രമല്ല, പേരും വെറൈറ്റി ആണല്ലോ. എന്തായാലും എനിക്ക് ഈ സുന്ദരി മേഡത്തെ ഒന്ന് പരിചയപ്പെടണം.